ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധത്തിലായ CPM തലയിൽ മുണ്ടിട്ട് നടക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ കാണുന്നത്. പരിപാവനമായ ശബരിമല സന്നിധാനം, കലിയുഗവരദന്റെ തിരുസന്നിധിയിൽ അയ്യപ്പ ഭക്തർ അവരുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി സമർപ്പിച്ച സ്വർണം മുഴുവൻ ഇന്ന് CPM നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും കയ്യിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തി വാസുവിന്റെയും പത്മകുമാറിന്റെയും തിരക്കഥയിൽ മറ്റ് ചിലർ പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച ഇപ്പോൾ സ്വർണം മുഴുവൻ ശബരിമലയിൽ നിന്ന് മോഷണം പോയിരിക്കുകയാണ്. ആരാണി മറ്റു ചിലർ? ഈ ചോദ്യമാണ് ഇപ്പോൾ കേരളം ഉന്നയിക്കുന്നത്. പത്മകുമാറിന്റെയും വാസുവിന്റെയും നിർണായകമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ CPMന്റെ ചില സംസ്ഥാന നേതാക്കളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ശബരിമല സ്വർണ്ണമോഷണമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കടകംപള്ളി ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയ അഴിമതികളുടെ കൂത്തരങ്ങുകളായിരുന്നു ശബരിമലയിൽ അരങ്ങേറിയതെന്ന വിശദാംശങ്ങൾ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. പത്മകുമാർ മാത്രമല്ല, മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, വാസു, അതോടൊപ്പം തന്നെ പത്മകുമാർ, ഈ 4 പേരിൽ നിന്നും നിർണായകമായ മൊഴികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചത്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നിർണായകമായ ഒരു അറസ്റ്റ് ഉടൻ ഉണ്ടാകും. അത് ഇന്നോ നാളെയോ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും ലഭ്യമാകുന്ന നിർണായകമായ വിവരം. അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് കൃത്യമായ ബോധ്യം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ചില അന്വേഷണ സംഘത്തിന് മേൽ ചില സമ്മർദ്ദങ്ങളുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദമൊന്നും വിലപ്പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അയ്യപ്പന്റെ സ്വർണം കട്ട കള്ളന്മാരെ കയ്യാമം വെച്ച് തുറങ്കിലടയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജയിലിൽ ഇപ്പോൾ പ്രത്യേക ദേവസ്വം ബോർഡ് സെല്ല് രൂപീകരിക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം ദേവസ്വം ബോർഡിലെ കളവുമായി ബന്ധപ്പെട്ട CPMന്റെ സഹയാത്രികരായ, CPMന്റെ നേതൃതലത്തിലിരിക്കുന്ന CPMന്റെ മാനസപുത്രന്മാരായ ആളുകൾ വരിവരിയായി ജയിലിലേക്ക് പോവുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ ശവശരീരത്തിൽ നിന്ന് പേൻ ഒഴിഞ്ഞു പോകുന്നത് പോലെ CPMന്റെ നേതാക്കന്മാർ ഓരോരുത്തരായി ജയിലിലേക്ക് പോയി. ജയിലുകളിൽ പ്രത്യേക ദേവസ്വം സെല്ല് രൂപീകരിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുക്കുമെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കള്ളനെ പോലും വെറുതെ വിടാൻ തയ്യാറല്ല എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. മുരാരി ബാബു ആയാലും ശരി, ഉണ്ണികൃഷ്ണൻ പോറ്റിയായാലും ശരി, പത്മകുമാർ ആയാലും ശരി, വാസുവായാലും ശരി, ഇത്തരം വലിയ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചവർ പുറത്തിരിക്കുന്നുണ്ട്. തിരക്കഥയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ കർട്ടന് പിന്നിൽ തിരക്കഥ രചിച്ച ആളുകൾ, വമ്പൻ സ്രാവുകൾ ഇപ്പോൾ പുറത്ത് നീന്തി തുടിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വമ്പൻ സ്രാവുകളും വലയിലാവാൻ പോവുകയാണ്. കേരള രാഷ്ട്രീയം ഞെട്ടിത്തരിക്കുന്ന, കേരള രാഷ്ട്രീയം ഞെട്ടിവിറയ്ക്കുന്ന ഒരു ഉന്നതന്റെ അറസ്റ്റ് അല്പസമയത്തിനുണ്ടാകുമെന്നാണ് ലഭ്യമായിരിക്കുന്ന ഏറ്റവും വ്യക്തവും കൃത്യവുമായ വിവരം.